ഒരു നന്മ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യൻ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നന്മ കാത്തിരിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു സന്ദേശമാണ് നിങ്ങളോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. ഇവിടെ ആ ദൈവമനുഷ്യൻ പറയുകയാണ്, എല്ലാവർക്കും നന്മ വരുമെന്നല്ല, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായും അറിയുന്നു. യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. എങ്ങനെയാണ് നന്മ വരുന്നതെന്ന് ആ വാക്യം പറയുന്നത്? നിങ്ങൾ മനസ്സ് വെച്ചു കേട്ടനുസരിക്കുന്നെങ്കിൽ ദേശത്തിലെ നന്മ നിങ്ങൾ അനുഭവിക്കും. ഈ വചനമെല്ലാം മനസ്സിലാക്കുന്ന ഒരു കാര്യം, വർഷങ്ങളായി നന്മ ബ്ലോക്കായവർ, ഉയർച്ചയ്ക്ക് കൊതിച്ചിട്ട് നടക്കാത്തവർ, ജീവിതത്തിൽ പരാജയമെന്ന് മാത്രം പറഞ്ഞ ചിലരോട് കർത്താവ് സംസാരിക്കുക, നിന്റെ ലൈഫിൽ നന്മ വരാൻ സമയമായി. 23-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ വാക്യമുണ്ട്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വർഷങ്ങളായി ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു നന്മ പ്രാപിക്കാൻ കഴിയാതെ എന്നും തടസ്സം, എന്നും പ്രതിബന്ധം, എന്നും അരാജകത്വവും ദാരിദ്ര്യവും ശൂന്യതയും മാത്രം കൊണ്ട് ജീവിതം വലഞ്ഞുപോയ ധാരാളം പേരെ ഇന്ന് പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം പറയുക, പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്, നന്മ വരുമെന്ന് നിശ്ചയമായും നീ അറിയണം. ഈ ദിവസങ്ങളിൽ ഒരു സാധ്യതയും ഇല്ലാത്തിടത്തുനിന്ന് നിനക്കൊരു നന്മ ദൈവം തരും, ഒരു അനുഗ്രഹം ദൈവം തരും. അതാണ് ദൈവത്തിന്റെ സന്ദേശം. തടസ്സങ്ങൾക്ക് സ്ഥാനമില്ലെന്നും വെല്ലുവിളികൾക്ക് സ്ഥാനമില്ലെന്നും പൈശാചികത്വങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിലും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും പറയും, ആമീൻ, നിശ്ചയമായും എനിക്കൊരു നന്മ ദൈവം തരും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര് മനസ്സിൽ പറയണം, ഞാൻ അറിയുന്നുണ്ട് ദൈവം എനിക്ക് നന്മ ചെയ്യും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഞാൻ നിന്നെ വിട്ടുപിരിയാതെ നിനക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ വിട്ടുപിരിയാതെ നിനക്ക് നന്മ ചെയ്യട്ടെ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്ത് വരിക. ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ജീസസ് ഭക്തന്മാരുടെ ഉള്ളിൽ ബോധ്യമുള്ളതുപോലെ ഇനി വചനം കേൾക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ ബോധ്യം വേണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഒരു വലിയ നന്മ അവരെ കാണട്ടെ കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ദിവസങ്ങളിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരട്ടെ. ഗോഡ് ബ്ലെസ് യു.